ഇന്ന് ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി എന്നുള്ളത്. അപ്പോൾ അവരെ കളിയാക്കാനും അവരെ പരിഹസിക്കാനും അവരുടെ ചെയ്തികളെ ഫോളോ ചെയ്ത് എന്ത് ചെയ്യുക അതിനെ കണ്ടന്റുകളാക്കി വിൽക്കുവാനുമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ പ്രൈവസിയിലും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലെ തീരുമാനങ്ങളിലും കൈകടത്താൻ പോകുന്നത്? രേണു സുധി ആകട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അവരവരുടെ സ്വന്തം ഡെസിഷനാണ്. അതുപോലെ തന്നെ ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ട്. ഇതിൽ ഒരുപാട് ആളുകൾ പട്ടിണി കിടന്ന് മറ്റുമൊക്കെ കഷ്ടപ്പെടുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുടെ ആരുടെയും കാര്യത്തിൽ ഇല്ലാത്ത ആശങ്ക ഇതുപോലെയുള്ള അതായത് രേണു സുധിയെ പോലെയുള്ള ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ ഒരുപക്ഷെ എല്ലാം തികഞ്ഞവരായതായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടാകാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യ ജീവിക്കും അവനവൻ്റെതായ ബുദ്ധിയും ബ്രെയിനും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് ഈ ലോകത്ത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഓരോ മനുഷ്യജീവിയും ശ്രമിക്കുന്നതാണ്. അപ്പോ അത് അവിടെ നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പൈസ ചിലവിന് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് നിറവേറ്റി കൊടുക്കാനോ സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ചെലവിലാണോ അവർ ജീവിക്കുന്നത്? അപ്പോൾ മനുഷ്യരെ ജീവിക്കാൻ വിടുക, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടുക. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരവരുടെ ഒരു പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും അവരുടെ രൂപമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവര് ഈ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സവർണ ഫാസിസ്റ്റ് മെന്റാലിറ്റി ആയിരിക്കാം നിങ്ങൾക്ക് അവരെ കളിയാക്കാനുള്ള പ്രചോദനം. എന്തു തന്നെ ആയാലും ഒരു മനുഷ്യന് അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അയാളുടെ പുറകെ നടന്ന് ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് നടക്കുന്നത്? അപ്പോൾ എനിക്ക് ഇത്രയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ റൈറ്റ്സും വേറൊരു ജീവിക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക, മറ്റുള്ളവരെ അപമാനിക്കരുത്. മറ്റുള്ളവരെ അപമാനിക്കാൻ നിങ്ങൾ മുതിരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം തികഞ്ഞവരാണോ എന്ന് സ്വയം വിലയിരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇത്രയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.